RSS മേധാവി മോഹൻ ഭാഗവതിന്റെ സംവരണ വിരുദ്ധ പ്രസ്താവനയും ബിജെപിയുടെ ദളിത് വിരുദ്ധതയുമാണ് ബീഹാറിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കനത്ത തിരിച്ചടി നൽകിയത്. ബിജെപി ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന അമിത്ഷായുടെ പ്രസ്താവന ബിജെപിയുടെ പതനത്തിന് ആക്കം കൂട്ടി. ബീഹാറിലെ ബിജെപിയുടെ മഹാപരാജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വൻതോതിൽ സ്വാധീനിക്കുമെന്നും വിലയിരുത്തൽ. എന്നും ജാതി രാഷ്ട്രീയമാണ് പാടലിപുത്രത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ചത്. ബീഹാർ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മോഹൻ ഭഗവതിന്റെ സംവരണ വിരുദ്ധ പ്രസ്താവന വരുന്നത്. ഇത് JDU-RJD സഖ്യത്തിന് നിർണായകായുധമായി മാറുകയായിരുന്നു. മാഞ്ചിയെയും പാസ്വാനെയും ഒപ്പം കൂട്ടി സവർണ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റി ദളിതരടക്കമുള്ളവരെ ഒപ്പം നിർത്താനായിരുന്നു BJPയുടെ ശ്രമം. ഈ നീക്കം പൊളിച്ചുകൊടുത്തതാകട്ടെ RSS മേധാവിയും. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് അഖ്ലാഖിനെ ഹിന്ദുവർഗീയവാദികൾ തല്ലിക്കൊന്നതും ഫരീദാബാദിൽ 2 ദളിത് കുട്ടികളെ ചുട്ടുകൊന്നതും പിന്നോക്ക വോട്ടുകൾ BJPക്ക് അന്യമാക്കി. വെന്തുമരിച്ച കുഞ്ഞുങ്ങളെ പട്ടികളോട് ഉപമിച്ച കേന്ദ്രമന്ത്രി VK സിംഗിന്റെ പരാമർശവും ബീഹാറിൽ BJPയുടെ അന്ത്യം കുറിക്കുന്നതിലേക്കെത്തി. UPയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ആസന്നമാകുന്ന ഒരു മഹാപരാജയത്തിന്റെ മുന്നോടിയായിരുന്നു BJPക്ക്. വാരണാസിയിലെ തിരിച്ചടി മോദി പ്രഭാവം മങ്ങിയതിന്റെ സൂചനയാണ്. താഴെത്തട്ടിലേക്ക് വരെ ഇറങ്ങിച്ചെന്നുകൊണ്ട് താരപരിവേഷത്തിൽ മോദി നടത്തിയ പ്രചാരണ റാലികളിൽ 10,000-ങ്ങളെ അണിനിരത്തിയെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല. ഹിന്ദുത്വത്തിന്റെ പേരിൽ മോദി സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വർഗീയ അജണ്ട എല്ലാ വിഭാഗം ജനങ്ങളും ഏകമനസ്സോടെ തള്ളിയെന്നാണ് ബീഹാർ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. ബീഹാറിൽ BJP തരംഗം തകർത്തത് നിതീഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവമാണ്. ഇനി ദേശീയ തലത്തിലേക്കാണ് തന്റെ ശ്രദ്ധയെന്ന് നിതീഷ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഉയർന്നുവരാനിടയുള്ള ഒരു BJP വിരുദ്ധ മുന്നണിയുടെ ഉദയത്തെയാണ് കുറിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്.